the taste of your mind. Kiwi ice cream. Chill the fun. നമുക്ക് മുന്നിൽ ഇനി വെറും 21 ദിവസങ്ങൾ മാത്രം. 22-ാം തീയതിയാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് 4 ആഴ്ച അനുവദിച്ചു കൊടുത്തത്. അതായത് 28 ദിവസങ്ങൾ. ഈ 28 ദിവസങ്ങളിൽ നിന്ന് 7 ദിവസം ഒരാഴ്ച കൊഴിഞ്ഞുപോയത് നമ്മളാരും അറിഞ്ഞേയില്ല. 7 ദിവസത്തിൽ രാജ്യത്ത് പ്രതിഷേധങ്ങളുടെ കാര്യത്തിൽ, പ്രക്ഷോഭങ്ങളുടെ കാര്യത്തിൽ, സമരങ്ങളുടെ കാര്യത്തിൽ വലിയ വർധനവൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും നിലവിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ അവിടെയൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. കൂടിയതായിട്ട് റിപ്പോർട്ടുകളില്ല. പക്ഷേ ഈ 21 ദിവസത്തെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21 പേരാണ് ഉത്തർപ്രദേശിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കൊല ചെയ്യപ്പെട്ടത്. പോലീസ് വെടിവെച്ച് കൊന്നത്, അങ്ങനെ പല കാരണങ്ങളിലായി മരണപ്പെട്ടത് 21 പേരാണ്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടിയാണ് അവർ രക്തസാക്ഷികളായി മാറിയത്. ഒരുപാട് സ്വപ്നങ്ങളുള്ളവരായിരിക്കാം അവർ, കുടുംബമുള്ളവരായിരിക്കാം അക്കൂട്ടത്തിൽ. 18 വയസ്സ് കഴിഞ്ഞ് തൻ്റെ ജീവിതവും തൻ്റെ യുവത്വവുമൊക്കെ ഏതോ രീതിയിൽ സ്വപ്നം കണ്ടുകൊണ്ട് അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു മോഹം മനസ്സിനകത്ത് സൂക്ഷിച്ച ഏതെങ്കിലും 18 വയസ്സുകാരൻ അക്കൂട്ടത്തിലുണ്ടാകാം. ഒരുപാട് സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു കുടുംബനാഥൻ അക്കൂട്ടത്തിലുണ്ടായേക്കാം. തൻ്റെ ഭാര്യയെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ഭർത്താവ് അക്കൂട്ടത്തിലുണ്ടായേക്കാം. തൻ്റെ മക്കളോട് അല്ലെങ്കിൽ തൻ്റെ മക്കളെ ഒരിക്കൽ പോലും പിരിഞ്ഞു നിൽക്കാൻ പറ്റാത്ത ആത്മാർത്ഥതയുള്ള ഒരു പിതാവ് അക്കൂട്ടത്തിലുണ്ടായേക്കാം. അങ്ങനെയുള്ള 21 പേരാണ് ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് മാത്രമായി പൗരത്വ ഭേദഗതി നിയമത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ളത്, രക്തസാക്ഷികളായി പോയിട്ടുള്ളത്. ആ വീരധീര ഇതിഹാസങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പോർക്കളത്തിൽ ഇറങ്ങണം. നമുക്ക് മുന്നിലുള്ളത് വെറും 21 ദിവസങ്ങൾ മാത്രമാണ്. ഈ 21 ദിവസം രാജ്യത്തെ വിറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. രാജ്യത്തെ തെരുവുകൾ പ്രതിഷേധങ്ങളാൽ, പ്രക്ഷോഭങ്ങളാൽ, സമരങ്ങളാൽ കത്തിജ്വലിച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ജനാധിപത്യ മര്യാദകളെ, ജനാധിപത്യ നിയമവ്യവസ്ഥകളെ ലംഘിക്കാത്ത രീതിയിൽ സുപ്രീം കോടതിയിൽ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ, പൊതുവികാരം സുപ്രീം കോടതിയിൽ ചർച്ച ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിപ്ലവ വീര്യം നമ്മൾ പുറത്തെടുത്തേ മതിയാക്കും. മംഗലാപുരത്ത് പോലീസിന്റെ തോക്കിൻ മുനയിൽ നിന്ന് പിന്തിരിഞ്ഞോടാതെ നെഞ്ചത്തേക്ക് വെടിവെച്ചോളൂ എന്ന് ആത്മാർത്ഥതയോടെ, ധീരതയുടെ സ്വരത്തിൽ നമുക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ശബ്ദിച്ചവരോട് നമ്മൾ നീതി പുലർത്തേണ്ടത് പോരാട്ടങ്ങളിലൂടെയാണ്, വിപ്ലവത്തിൻ്റെ സ്വരത്തിലൂടെ തന്നെയാണ്. പാട്നയിൽ മൃഗീയമായി കൊല ചെയ്യപ്പെട്ട 18 വയസ്സുകാരന് വേണ്ടിയിട്ട് നമ്മൾ ശബ്ദിക്കപ്പെടേണ്ടത്, പൗരത്വ ഭേദഗതി നിയമത്തിൽ 18 വയസ്സുകാരൻ പാട്നയിൽ നമുക്ക് വേണ്ടി ജീവൻ നൽകിയിട്ടുണ്ടെങ്കിൽ, ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരൊറ്റ ഒരു കാര്യം മാത്രമാണ്: പോരാടണം. തടവറയിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആർജവത്തോടെ, ഉഷിരോടെ പോരാടണം. ഇനിയുള്ള 21 ദിവസങ്ങൾ തെരുവുകൾ ലൈവായി നിൽക്കണം സമരങ്ങളാൽ. നമ്മുടെ ഓരോ നാടുകളിൽ, ഓരോ നഗരപ്രദേശങ്ങളിൽ ചെറിയ രീതിയിലെങ്കിൽ ചെറിയ രീതി ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഒരു ചെറിയ കൂട്ടങ്ങൾ, ചെറിയ പ്രതിഷേധങ്ങളായി, അത് വലിയ പ്രതിഷേധങ്ങളായി രാജ്യത്ത് കത്തിജ്വലിക്കണം ഇനിയുള്ള 21 ദിവസങ്ങളിൽ. കാരണം ഇത് വെറുതെ പറയുകയല്ല. ഈ 21 ദിവസത്തിൻ്റെ യാതന, അതല്ലെങ്കിൽ അതിൻ്റെ തീക്ഷ്ണത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ 21 ദിവസം കഴിഞ്ഞാലാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം ആ 21 ദിവസം എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന്. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്. ഇന്ന് തന്നെ തുടങ്ങുക. നാടുകളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്ന് മുതൽ തുടങ്ങുക. എല്ലാം നിയമപരമായിരിക്കണം. എന്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും തടവറയിൽ പോകാൻ പാടില്ല. നമ്മളാരും
ഈ രാജ്യത്ത് രണ്ടാം കിട പൗരന്മാരായി മാറാൻ പാടില്ല. അതിനുവേണ്ടിയാണ് പറയുന്നത്, നമുക്ക് വേണ്ടിയിട്ട്, രാജ്യത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷികളായ ഉത്തർപ്രദേശിലെ ആ 21 പേർക്ക് വേണ്ടിയും മംഗലാപുരത്തെ രക്തസാക്ഷികൾക്ക് വേണ്ടിയിട്ടും ബീഹാറിലെ ആ 18 വയസ്സുകാരന് വേണ്ടിയിട്ടും തെരുവുകൾ സജീവമാക്കുക. ഞാനുണ്ട് കൂടെ, ഞങ്ങളുണ്ട് കൂടെ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Gonna miss it for any. Whoa, 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 Yum, yum, yummy kiwi. The taste of your mind. Kiwi ice cream. Chill the fun.